ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ പേപ്പറിലാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതേപോലെ പേപ്പർ വെച്ച് 12 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പം വീതിയും നീളവും 12 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിനി വീതിയും നീളമൊക്കെ കുറക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ചെടുക്കട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 8 ഇഞ്ച് വീതിയും നീളവും മതി കേട്ടോ. കണ്ടല്ലേ, നമ്മളിവിടെ വീതിയും നീളവും 12 ഇഞ്ചിൽ കട്ട് ചെയ്ത് ഇതേപോലെ 2 ഫോൾഡാക്കി മടക്കി വെച്ചു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് താഴെ വശത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്താം. താഴെ ഭാഗത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി ഈ ഭാഗത്ത് നിന്നും ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ലൈൻ കൊടുക്കുക. കണ്ടല്ലേ, ഇതേപോലെ വരച്ചെടുക്കുക. അപ്പോൾ പേപ്പറിൽ കാട്ടി തരുന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ടില്ല, ഇതേപോലെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഇതേപോലെ നോച്ചിട്ട് അടയാളപ്പെടുത്താം. അത് നമുക്ക് ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗമാണ്. ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് ക്ലോത്തിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്ലോത്തിലും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ ഈ നെറ്റിലാട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു കുഴഞ്ഞൊരു ക്ലോത്തൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ, ഇങ്ങനത്തെ സ്ലീവൊക്കെ ചെയ്താൽ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കണ്ടല്ലോ, സ്ലീവ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്തിൽ അതിൻ്റെ എഡ്ജ് ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഫോൾഡറാക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ലേസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ലേസ് വെക്കാൻ ഈ ഒരു ലേസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഹാങ്ങിങ് ലേസൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ഭാഗമാണിട്ടത്. അപ്പോൾ ഈ ഒരു ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലേസ് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലേസ് വെച്ച് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 3 ഇഞ്ച് വിഡ്ത്തിലാണ് ഈ പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം നമുക്ക് ആ ഭാഗം വേണ്ടത് കേട്ടോ. കണ്ടല്ലോ, ഒരു സൈഡിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട്, ഇനി അടുത്ത സൈഡ് ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലീവിൽ അറ്റാച്ച് ചെയ്യാം. കണ്ടല്ലോ, 2 ഭാഗവും നമ്മൾ പേടിച്ചിട്ടു. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അതിന് മുന്നേ സ്ലീവിൽ നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തുക. കണ്ടല്ലോ, മിഡിൽ ഭാഗത്ത് നിന്നും 2 ഇഞ്ച് ഓരോ ഭാഗത്തേക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും താഴേക്ക് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. കണ്ടല്ലോ, ഇതേപോലെ. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമ്മൾ പേടിച്ച് വരുന്നത് ആ ഒരു ഭാഗം അവിടെ കൊള്ളുന്ന രീതിക്ക് വേണം അറ്റാച്ച് ചെയ്യാൻ. കണ്ടല്ലോ, ഈ ഒരു ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന രീതിക്ക് സ്ലീവിൻ്റെ നല്ല ഭാഗത്ത് ഈ ഒരു പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഈ ഒരു പ്ലീറ്റ്സ് ഇട്ട ഭാഗം ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്തു. ഇനി അടുത്ത ഭാഗവും ആ കറക്റ്റാക്കി വെച്ചതിന് ശേഷം പിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ മിഡിൽ ഭാഗം കറക്റ്റാക്കി പിടിച്ച് അറ്റാച്ച് ചെയ്യുക. അതല്ല, ഒരു സൈഡ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടത് ആ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് അറ്റാച്ച് ചെയ്തു. ഇനി മിഡിൽ ഭാഗം കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം ബാക്കി വരുന്നത് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. അതേപോലെ അടുത്ത ഭാഗവും ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് ആ പ്ലീറ്റ്സ് വരുന്ന രീതിക്ക് ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. കാരണം ഇതാണ് നമ്മുടെ ഈ ഒരു ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഈ ഒരു സ്ലീവ്. അപ്പം ഇനി ഈ സ്ലീവ് നമുക്ക് സാധാരണ നമ്മൾ ഷോൾഡറിൽ ആം ഹോളിൽ ഈ ഒരു സ്ലീവ് സാധാരണ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് പോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ലീവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു 8 ഇഞ്ച് വിഡ്ത്ത് 8 ഇഞ്ച് ലെങ്ത്ത് മതി കേട്ടോ. എന്നിട്ട് അതേ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമുള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.